Hey all, this is Tansiha. Welcome to DI Solutions. ഇന്ന് നമുക്ക് സോഹോ ബുക്സിലുള്ള ഡേ ബുക്സ് എന്താണെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതെങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതും ചെക്ക് ചെയ്യാം. സോഹോ ബുക്സ് യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ ഡെയിലി ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു റിപ്പോർട്ടാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഡേ ബുക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ഡെയിലി ജേർണലായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതായത് ഒരു ദിവസം വരുന്ന കംപ്ലീറ്റ് ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ്, സെയിൽസ് ആയിക്കോട്ടെ, പർച്ചേസ് ആയിക്കോട്ടെ, എക്സ്പെൻസ് ആയിക്കോട്ടെ, ഇൻകം ആയിക്കോട്ടെ, എല്ലാം ഒറ്റ പ്ലേസിൽ നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഡേ ബുക്ക് എന്നുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ലെഫ്റ്റ് ഹാൻഡ് പാനലിൽ റിപ്പോർട്ട്സിൽ പോവാം. റിപ്പോർട്ട്സിൽ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ മെയിൻ മൊഡ്യൂൾ ഉണ്ട്. അക്കൗണ്ടന്റിന്റെ അണ്ടറിലാണ് ഡേ ബുക്ക് ഉള്ളത്. ഇവിടെ ഡേ ബുക്ക് എന്ന് പറയുന്നത് അക്കൗണ്ടന്റിന്റെ അണ്ടറിൽ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഡേയിലെ ഡേ ബുക്ക് ലിസ്റ്റ് ആവും. ഇനി ഡേ ബുക്കിൽ നമുക്ക് ഫിൽട്ടർ ഓപ്ഷൻസ് ഉണ്ട്. പല രീതിയിലുള്ള ഫിൽട്ടർ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡേറ്റ് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇന്നത്തെ ഡേറ്റിൽ മാത്രമുള്ള ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഇന്നലത്തെ ഡേറ്റിൽ മാത്രമുള്ള ട്രാൻസാക്ഷൻ, അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ബേസിസ്, അക്രൂവൽ ബേസിസിലാണോ ക്യാഷ് ബേസിസിലാണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. യൂഷ്വലി നമ്മൾ അക്കൗണ്ടിങ് ഫോർമാറ്റിൽ നമ്മൾ അക്രൂവൽ ബേസിസ് ആണ് എടുക്കുക. അത് കൂടാതെ തന്നെ ഇപ്പം നമുക്ക് കമ്പനീൻ്റെ പെർച്ചേസും ബില്ലും മാത്രം, അല്ലെങ്കിൽ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് വന്ന ആ ദിവസത്തെ എമൗണ്ട് മാത്രം, അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ മോർ ഫിൽട്ടർ പോയിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ ടൈപ്പ് ചൂസ് ചെയ്യുക. ട്രാൻസാക്ഷൻ ടൈപ്പിൽ അബ്രിവേഷൻ ഈസിന്ന് എടുത്തിട്ട് ഇൻവോയ്സും അതേപോലെ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമർ പേയ്മെൻറ്റ്സും മാത്രമാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. എന്നിട്ട് റൺ റിപ്പോർട്ട് കൊടുക്കുക. അപ്പം ആ ഒരു ഡേയിലെ ഇൻവോയ്സും കസ്റ്റമർ പേയ്മെൻറ്റ്സും വന്നതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. അത് മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി ട്രാൻസാക്ഷൻ ടൈപ്പ് കൂടാണ്ട് ബ്രാഞ്ചസ് വൈസിൽ, അതേപോലെ റിപ്പോർട്ട് വൈസിൽ, കോണ്ടാക്ട് നെയിമിൽ, പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ടിംഗ് ടാക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് ഫിൽട്ടർ അപ്ലൈ ചെയ്തിട്ട് ഓരോ ഡെയിലി വരുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ഫിൽട്ടർ ഒഴിവാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് റൺ റിപ്പോർട്ട് കഴിഞ്ഞാൽ ഇന്നിപ്പം 11th വന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇവിടെ ലിസ്റ്റ് ആവും. ഇനി ഈ കാണുന്ന കോളംസ് അല്ലാണ്ട് എക്സ്ട്രാ കോളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കസ്റ്റമൈസ് റിപ്പോർട്ട് കോളം കൊടുക്കുക. ഇവിടെ അവൈലബിൾ കോളം ഉണ്ട്. ഈ അവൈലബിൾ കോളത്തിൽ ഏത് കോളാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് കോളത്തിലേക്ക് വരും. ഈ സെലക്റ്റഡ് കോളത്തിലുള്ള ഐറ്റംസ് ആണ് റിപ്പോർട്ട്സിൽ ലിസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൽ എനിക്ക് കോണ്ടാക്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മൈനസിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പോയി. ഇനി ഇത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടിൽ അപ്ലൈഡ് ആവും. നമ്മൾ ഇങ്ങനെയാണ് ഡേ ബുക്കിലെ ഫിൽറ്ററിങ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ക്രിയേറ്റ് ചെയ്ത ഡേ ബുക്കിനെ നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് അതിന് എക്സ്പോർട്ട് എന്നുള്ള ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ആയിട്ടും അതേപോലെ Excel ആയിട്ടും എക്സ്പോർട്ട് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്കിത് നമ്മളെ ഡെയിലി മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ അക്കൗണ്ടൻറ്റിനോ അല്ലെങ്കിൽ ടീമിനോ ഇത് ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ദ ഡെയിലി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫ്രീക്വൻസി സെലക്ട് ചെയ്യാം. വീക്ക്ലി റിപ്പോർട്ട് അവരെ മെയിലിലേക്ക് പോകണോ, ഡെയിലി പോകണോ, അല്ലെങ്കിൽ മന്ത്ലി പോയാൽ മതിയോ, അങ്ങനത്തെ ഓപ്ഷനാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് ടൈം, ഇതെന്താന്ന് വെച്ചാൽ ഏത് ഡേ തൊട്ടിട്ട്, ഇപ്പം ഇന്നത്തെ ഡേ തൊട്ട് ഇന്ന് മുതൽ എല്ലാ വീക്കിലും ഈ ഒരു റിപ്പോർട്ട് മെയിൽ പോവും. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നത്. പിന്നെ റെസിപ്പിയൻ ഡീറ്റെയിൽസ്, ഇത് ഈ മെയിൽ ID ആരൊക്കെ മെയിലിലേക്കാണ് ഇത് പോകേണ്ടത് അതാണ് നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഈ ഓർഗനൈസേഷനിലുള്ള യൂസേഴ്സിൻ്റെ ലിസ്റ്റാണ്. ഇനി അതല്ലാണ്ട് പുറത്തുള്ള ഈ ഒരു സോഹോ ബുക്സിലുള്ള ഇല്ലാത്തൊരു മെയിൽ ID ആണെങ്കിൽ അത് അഡീഷണൽ റെസിപ്റ്റിൽ
ചൂസ് ചെയ്യാം. എന്നിട്ട് ഫോമാറ്റ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള PDF ആയിട്ടാണോ CSV ഫോമാറ്റ് ആണോ എക്സൽ ആണോ എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റസിനെ മാർക്ക് ആസ് ആക്റ്റീവ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോവും. മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി നമ്മൾ എങ്ങനെയാണോ ഫ്രീക്വൻസി ചൂസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് മെയിൽ ID റിപ്പോർട്ട് പോകും. വൺസ് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇന്നാക്റ്റീവ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നാക്റ്റീവ് ആവും. അപ്പം നമ്മൾ ഡേ ബുക്ക് യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഫിൽട്ടർ ചെയ്ത് ചെക്ക് ചെയ്യുന്ന നേരം ഒരു ട്രാൻസാക്ഷനും മിസ്സായിട്ടില്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡെയിലി ക്യാഷ് ഫ്ലോ വരുന്നത് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് എൻട്രീസ് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാ എൻട്രീസും വന്നിട്ടില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ള. അതുപോലെ തന്നെ ഓഡിറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഡേ ബുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഡേ ബുക്ക് ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.